സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി സഭയിൽ നാം ചെയ്യുന്ന ശുശ്രൂഷയാണ് കരസ്മാറ്റിക് ശുശ്രൂഷയെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരസ്മാറ്റിക് ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. തലശ്ശേരി അതിരൂപതയുടെ പാസ്റ്റർ സെന്ററായ സന്ദേശ ഭവനിൽ നവംബർ 22-23 തീയതികളിലായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ കാരിസ്മാറ്റിക് ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി സഭയിൽ നാം ചെയ്യുന്ന ശുശ്രൂഷയാണ് കരിസ്മാറ്റിക് ശുശ്രൂഷയെന്ന് അഭിവന്യ പിതാവ് പറഞ്ഞു. ആധുനിക സമൂഹത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അത് ക്രൈസ്തവ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പിതാവ് വ്യക്തമാക്കി. കർത്താവിന്റെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ലോകമെങ്ങും സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ കൽപ്പന. ഇംഗ്ലീഷിൽ ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്നാണ്. സഭ എന്ന് പറയുന്നത് എല്ലാവരും വൈദികരും സന്യസ്തരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. എപ്പോഴും 3 പേരുണ്ടായിരിക്കണം സ്റ്റേജിൽ എന്നർത്ഥത്തിലല്ല, മറിച്ച് ഈ 3 പേരുടെ കൂട്ടായ്മയാണ് സഭാ ശുശ്രൂഷ എന്ന് നമ്മൾ മനസ്സിലാക്കും. സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി സഭയിൽ നാം നടത്തുന്ന ശുശ്രൂഷയാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം. തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നായി 250ഓളം കൗൺസിലർമാരാണ് മീറ്റിംഗിൽ പങ്കെടുത്തത്. കരിസ്മാറ്റിക് മൂവ്മെന്റ് തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ സേവ്യൻ പുത്തൻപുര ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അതിരൂപത ചാൻസലർ റവറന്റ് ഫാദർ ഡോക്ടർ ബിജു മുട്ടത്തുകുന്നേൽ, സന്ദേശ ഭവൻ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടത്തപ്പെട്ട മീറ്റിംഗിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രമുഖരാണ് ക്ലാസുകൾ നയിച്ചത്. ചർച്ച് ഡെസ്ക്, ഷിക്കിന ന്യൂസ്.